ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു 2 ആഴ്ചത്തെ താമസം വന്നു പുതിയ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, പണിത്തിരക്കുകൾ. കുറച്ച് ഭാഗത്ത് ഏലം നമ്മൾ പുതിയതായിട്ട് വെച്ചു. ഇടപൊക്കിയതല്ല, പുതിയതായിട്ട് തന്നെ വെച്ചു. ഒരു 125 മുടോളം അത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ചെയ്യാം. അത് കൂടാതെ മറ്റ് ഒരു 3 വീഡിയോ കൂടെ ഉണ്ട്. അതിൽ ആദ്യത്തെ വീഡിയോ ആണിത്. ഇത് നമ്മൾ മിൻശക്തിയുടെ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മളൊരു കൂട്ടുവളം ഇട്ട് കൊടുക്കുന്ന കാര്യം. അതായത് ഫാക്ടം ഫോസ്, പൊട്ടാഷ്, മൈക്രോ ഫുഡ്, രാജിഫോസ്, വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, ഇത് മിക്സ് ചെയ്ത് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ അകത്തി വിതറി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മഴ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ചെറുതായിട്ട് നനച്ചൊക്കെ കൊടുത്തു. അങ്ങനെയാണ് അത് പൂപ്പിച്ചെടുത്തത്. എന്താണെങ്കിലും ശരി, ആ ഒരു വീഡിയോ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. മഴ പൊതുവേ വളരെ കുറവായിരുന്നു. ഇപ്പോൾ തന്നെ മഴ കുറവാണ് സത്യത്തിൽ ഈ പ്രദേശത്ത്. ഈ ന്യൂനമർദ്ദം ഉണ്ടായിട്ട് പോലും നിർത്താതെ മഴ പെയ്യുന്നുണ്ടെങ്കിലും മഴയ്ക്ക് ശക്തിയില്ല, ഇടയ്ക്ക് വെയിലും തെളിയുന്നുണ്ട്. അപ്പോൾ ഇതൊരു എൽനിനോ എഫക്റ്റ് തന്നെ ആയിരിക്കാം. ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് ഇതെങ്ങനെയായിരിക്കും നമ്മൾ ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്താണെങ്കിലും ശരി, എൽനിനോയെക്കുറിച്ചും അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഗുരുജിയുടെ ക്ലാസ്, അതുപോലെ തന്നെ മറ്റ് പല വിദഗ്ധരുടെയും ക്ലാസ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനകത്ത്. അതുകൂടാതെ ജൈവവളക്കൂട്ടുകൾ, നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ജൈവവളക്കൂട്ടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തന്നെ പുതിയ ഒരു വീഡിയോ നമുക്ക് ചെയ്യണമെന്നുണ്ട് ഈ വർഷത്തേക്ക് വേണ്ടിയിട്ട്. ഈ സമയത്ത് അല്ലെങ്കിൽ ഈ വരുന്ന മാസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന അത്തരമൊരു കൂട്ടിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഗുരുജിയോടൊപ്പം തന്നെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പ്ലാനിങ് ആണ്, നടക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. എന്താണെങ്കിലും ശരി, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫാക്ടം ഫോസ് ഒരു 250 ഗ്രാം, പൊട്ടാഷ് ഒരു 150 ഗ്രാം, പിന്നെ മൈക്രോഫുഡ് ഒരു 100 ഗ്രാം, രാജിഫോസ് 400 ഗ്രാം, 250 ഗ്രാം വെച്ചിട്ട് എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്കും അത് കൂട്ടി നമ്മൾ ചെടിയുടെ ചുറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്തത് ഒരു ബോഡോ അടിച്ചു കൊടുത്തു. ബോഡോയ്ക്ക് ശേഷം ഒരു 7 ദിവസത്തെ ഗ്യാപ്പിന്, 7 ഞാൻ കുറച്ച് താമസിച്ചു, 10 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഒരു ഫോളിയാർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ചെടിയുടെ വേരും കൂടെ നോക്കിക്കൊണ്ട്, നമ്മൾ കഴിഞ്ഞ മാസം ആയുഷ് കൊടുത്തിരുന്നു. അപ്പോൾ 2 മാസത്തെ ഗ്യാപ്പിന് ശേഷം, കഴിഞ്ഞ മാസമല്ല അതിന് മുമ്പിലത്തെ മാസം നമ്മൾ ആയുഷ് കൊടുത്തിരുന്നു. 2 മാസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും വേരിനൊരു എന്തെങ്കിലും ചെയ്യണം. മിക്കവാറും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാർട്ടാപ്പ് ഫിപ്രോണിൽ പോലുള്ള എന്തെങ്കിലും ഒരു ഗ്രാനുകൾ വളത്തിനോടൊപ്പം ചേർത്ത് കുറച്ച് മൈക്രോ ഫുഡും കൂടെ ചേർത്തിട്ട് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അത് ഗുരുജിയോടൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ട് അതാണ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. അങ്ങോട്ട് ചാക്കോ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇത് 4 ഞാൻ എടുത്തു. ഇത് എനിക്കൊരു പൊട്ടാഷ്യം എടുത്തു തരാം. ഒരു 10 കിലോ എടുക്കാം. പൊട്ടാഷ് എത്രയാണ് വേണ്ടി? പൊട്ടാഷ്യം ഒരു ചാക്കും പിന്നെ 10 കിലോ വേണം. 60 കിലോ വേണം. ഫാക്ടം ഫോസ് 2 ചാക്ക് എടുത്തിരിക്കുന്ന ഫാക്ടം ഫോസ്, പൊട്ടാഷ്, രാജിഫോസ് ഇത് നമ്മൾ സാധാരണ വെറുതെ കൂട്ടിയിടുകയാണ് എങ്കിലും ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഓരോ ഇലച്ചെടിക്കും അല്ലെങ്കിൽ ഓരോ ചെടികൾക്കും വേണ്ടത് അതിൻ്റെ പ്രൈമറി മൂലകങ്ങളും സെക്കൻഡറി മൂലകങ്ങളും പിന്നെ അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും പിന്നെ മറ്റ് ചില കിടിപിടികളും ഒക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇതിൽ പ്രൈമറി മൂലകങ്ങൾ നമുക്ക് മണ്ണിലേക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം. ഇതാണ് ഏറ്റവും അളവ് കൂടുതലായിട്ട് കൊടുക്കേണ്ടതും. അതുകൊണ്ടാണ് അത് പ്രൈമറി ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രൈമറി മൂലകങ്ങളായിട്ടുള്ള നൈട്രജൻ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാസ്യം ഉണ്ട്. ഈ 3 സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ബാക്കിയുള്ളത് സെക്കൻഡറി മൂലകങ്ങൾ, അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, കാപിടുത്തം, പിന്നെ അതിൻ്റെ വളർച്ച, സെൽ വിഭജനം, ഇത്തരം ഘടകങ്ങളെയൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും മൈക്രോ ന്യൂട്രിയൻസ് മറ്റ് ഇതിൻ്റെ പോഷകമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ധാരണ വേണം. എത്ര ഗ്രാം നൈട്രജൻ നമുക്കിതിൻ്റെ ചുവട്ടിൽ എത്തണം, എത്ര ഫോസ്ഫേറ്റ് എത്തണം, അതുപോലെ തന്നെ എത്ര പൊട്ടാസ്യം ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കതിന് റിസൾട്ട് ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ തീർച്ചയായിട്ടും വേണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് 250 ഗ്രാം ഫാക്ടം ഫോസാണ്. നമ്മൾ 250 ഗ്രാം ഫാക്ടം ഫോസിൽ നമുക്ക് ലഭിക്കുന്നത് 50 ഗ്രാം നൈട്രജനാണ്. അതുകൂടാതെ 50 ഗ്രാം ഫോസ്ഫേറ്റും ഇതിൽ നിന്ന് കിട്ടും. കൂടാതെ 20-20-0-15 എന്ന് പറയുന്ന 15% ഇതിനകത്ത് സൾഫറും കൂടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 20 ഗ്രാമോളം സൾഫറും നമുക്ക് ഫാക്ടം ഫോസ് എന്ന ഒരൊറ്റ സംയുക്ത വളം ചെടിയുടെ ചുവട്ടിലിട്ടാൽ നമുക്ക് കിട്ടും.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നൈട്രജൻ ഏത് തരത്തിലാണ് ചെടിയെ സഹായിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ വളം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് മുന്നോട്ടുള്ള കൃഷിക്ക് സഹായകരമാകും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നൈട്രജൻ എന്തിനൊക്കെയാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലകളുടെ വളർച്ച, അതുപോലെ തന്നെ ചെടിയുടെ പെട്ടെന്നുള്ള വളർച്ച, മൊത്തത്തിൽ ചെടിയുടെ വളർച്ച, കാണ്ഡം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ ശരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളർച്ചയ്ക്ക് വേണ്ടി നൈട്രജൻ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂര്യപ്രകാശത്തിൽ നിന്ന് ചെടി ആഹാരം ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് പ്രകാശ സംശ്ലേഷണം എന്നാണ്, അഥവാ ഫോട്ടോസിന്തസിസ്. ഈ പറയുന്ന ഒരു സംവിധാനത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ വേണം. അപ്പോൾ ഈ ക്ലോറോഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് നൈട്രജനാണ്. അതുകൂടാതെ അടുത്തതായിട്ട് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നൈട്രജൻ. അതായത് ചെടികളുടെ കോശങ്ങളുടെ വളർച്ച, കോശ വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ വേണ്ടിയും ഈ നൈട്രജൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാക്ടം ഫോസ് ഇടുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നിന്ന് നൈട്രജൻ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫറസ് കിട്ടുന്നുണ്ട്, പിന്നെ സൾഫറും കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനി നമ്മൾ അടുത്തത് ഈ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫറസിലേക്ക് വരാം. ഫോസ്ഫറസ് നമുക്ക് നമ്മളുടെ ഫാക്ടം ഫോസിൽ നിന്ന് കിട്ടുന്നത് ഒരു 50 ഗ്രാം മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അത് മതിയോ? പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു സമയത്ത് തുടക്കത്തിൽ, നമ്മുടെ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ നമുക്ക് മറ്റു പല കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്യാനുണ്ട്. അതായത് ഫോസ്ഫേറ്റ് അഥവാ ഫോസ്ഫറസ് എന്തിനെയൊക്കെ സഹായിക്കുന്നു എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫറസിൻ്റെ എത്രത്തോളം കണ്ടൻറ്റ് ചുവട്ടിലേക്ക് എത്തണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വരും. ഫോസ്ഫറസ് എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? വേരുകളുടെ വളർച്ച, അതുപോലെ തന്നെ കായകളുടെ വളർച്ചയും പുതിയ പൂക്കളുണ്ടാകാനും ഈ ഫോസ്ഫേറ്റ് നമ്മൾ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തെ ചെടിക്ക് ആവശ്യമുള്ള ഊർജ്ജമായിട്ട് കൺവേർഷൻ നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത് ഈ ഫോസ്ഫറസിൻ്റെ സഹായത്തോടു കൂടിയാണ്. പിന്നെ ഓവറോളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, തണ്ടിൻ്റെ ബലം കൂട്ടുക, ഇത്രയും കാര്യങ്ങൾ ഈ ഫോസ്ഫേറ്റ് നമ്മളുടെ ചെടിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫോസ്ഫേറ്റിൻ്റെ അളവ് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള നൈട്രജനോ അല്ലെങ്കിൽ പൊട്ടാഷോ ഉള്ളതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ കൂടുതൽ ഈ ഒരു സമയത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഫാക്ടം ഫോസ് മാത്രം നമ്മൾ ചേർക്കുകയാണെങ്കിൽ അതിനകത്ത് 50 ഗ്രാം ഫോസ്ഫേറ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ രാജ്ഫോസ് എക്സ്ട്രാ 400 ഗ്രാം ചേർത്ത് 400 ഗ്രാം രാജ്ഫോസിൽ നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു 72 ഗ്രാമോളം ഫോസ്ഫേറ്റ് കിട്ടും. അങ്ങനെ രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോഴത്തേനും ഒരു 120 ഗ്രാമോളം ഫോസ്ഫറസ് അഥവാ ഫോസ്ഫേറ്റ് നമുക്ക് ചെടിക്ക് കൊടുക്കാൻ പറ്റും. പ്രൈമറി മൂലകങ്ങളിലെ ലാസ്റ്റ് NPK എന്ന് പറയുന്ന പൊട്ടാസ്യം എന്നുള്ളതിനെക്കുറിച്ചും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ പൊട്ടാസ്യം ഏതൊക്കെ തരത്തിലാണ് ഒരു ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിൻ്റെ ജലത്തിൻ്റെ നിയന്ത്രണം, അഥവാ നമ്മുടെ ഇലകളുടെ സ്റ്റൊമാറ്റ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സ്റ്റൊമാറ്റ തുറക്കാനും അടയ്ക്കാനും സഹായിച്ച് ജലനഷ്ടത്തെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യത്തിന് കഴിവുണ്ട്. രണ്ടാമത്തെ കാര്യം രോഗപ്രതിരോധ ശേഷി, കീടങ്ങളിൽ നിന്നുള്ള ആക്രമണം, കടുത്ത ചൂട്, തണുപ്പ്, കാലാവസ്ഥ വ്യതിയാനം, ഈ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിക്കാൻ വേണ്ടി പൊട്ടാസ്യം ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് വിളവിൻ്റെ ഗുണമേന്മ. അതായത് നമ്മുടെ കായയുടെ വലിപ്പം, അതിൻ്റെ ആ ക്വാളിറ്റി, നിറം, ഇതിനെയൊക്കെ നന്നാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് പൊട്ടാസ്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, ഇതിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരുകളിൽ നിന്നും ഇലകളിൽ നിന്നും ചെടിക്ക് ആവശ്യമായിട്ടുള്ള അന്നജം അല്ലെങ്കിൽ പോഷകങ്ങൾ, ഇതൊക്കെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ഈ പറയുന്ന പൊട്ടാസ്യമാണ്. അതുകൂടാതെ വേര് നന്നായി മണ്ണിൽ പിടിച്ച് ആഴ്ന്നിറങ്ങി പിടിച്ച് നിന്ന് ശക്തമായിട്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ പ്രൈമറി മൂലകങ്ങളെന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഇനി നമ്മുടെ മനസ്സിൽ വരണം ഓരോന്നും. ഇപ്പോൾ നമ്മൾ നൈട്രജൻ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, ഇനി പൊട്ടാസ്യം കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, ഇനി അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയോടുകൂടി നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ നല്ല റിസൾട്ടിലേക്ക് നമുക്ക് വരും എന്നുള്ളത് കൊണ്ടാണ് ഇത്ര വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പ്രൈമറി മൂലകങ്ങളുടെ കാര്യത്തിൽ നമുക്ക് നൈട്രജൻ ഒരു 50 ഗ്രാമും ഫോസ്ഫേറ്റ് ഒരു 120 ഗ്രാമും ഒരു 90 ഗ്രാം പൊട്ടാസ്യവും നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ചെടിയുടെ ആരോഗ്യം അനുസരിച്ചും നനയുടെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ചിട്ടൊക്കെയാണിത് ചെടി വലിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന വളങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി മൂലകങ്ങൾ കൂടാതെ അതിനകത്ത് സെക്കൻഡറി മൂലകമായിട്ടുള്ള സൾഫറും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി സെക്കൻഡറി മൂലകങ്ങൾ എന്ന് പറയുന്ന കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നീ പറയുന്ന 3 സാധനങ്ങളാണ്. ഇനി നമുക്ക് സെക്കൻഡറി മൂലകങ്ങളെക്കുറിച്ച് വളരെ പെട്ടെന്നൊന്ന് നോക്കാം. അതിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫറാണ് സെക്കൻഡറി മൂലകങ്ങൾ നമുക്കറിയാം. ഇതിൽ കാൽസ്യത്തിൻ്റെ ഉപയോഗം ചെടിയുടെ കോശഭിത്തികൾ ശക്തമാക്കുക അല്ലെങ്കിൽ സെൽ വോള് ശക്തമാക്കാൻ വേണ്ടി, വേരുകളുടെയും പുതിയ ഇലകളുടെയും ആരോഗ്യകരമായിട്ടുള്ള വളർച്ച, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാൽസ്യം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് മഗ്നീഷ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോറോഫിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ ക്ലോറോഫിൽ നിർമ്മാണത്തിന് വേണ്ടി പ്രൈമറി മൂലകങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റൊരു ഘടകമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് നടക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. അപ്പോൾ തീർച്ചയായിട്ടും മഗ്നീഷ്യം എന്ന് പറയുന്നത് ക്ലോറോഫിൽ നിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ചെടിയുടെ പച്ചനിറം, ഇതൊരു പിഗ്മെൻ്റാണ് ഈ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ ചെടിക്ക് പച്ചനിറമില്ല, വളർച്ചയോടുകൂടി നിൽക്കുകയാണ്, മഞ്ഞ നിറത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് തീർച്ചയായും മഗ്നീഷ്യത്തിൻ്റെ കുറവായിരിക്കും. മഗ്നീഷ്യം കഴിഞ്ഞ് ഇനിയുള്ളത് സൾഫറാണ്. അപ്പോൾ ചെടികളിൽ പ്രോട്ടീനുകളും എൻസൈമുകളും നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ നേരത്തെ കണ്ടു പ്രൈമറി മൂലകങ്ങളിൽ പ്രോട്ടീനും എൻസൈമും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സൾഫറും കൂടെ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പ്രോട്ടീനുകളും എൻസൈമുകളും പൂർണ്ണമായിട്ട് നിർമ്മിച്ചത് ചെടിക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ചുരുക്കത്തിൽ ഇതാണ്. പ്രൈമറി മൂലകങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നീ പറയുന്ന സെക്കൻഡറി മൂലകങ്ങൾ ഈ തരത്തിലാണ് ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ബാലൻസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ തവണ മിൻശക്തി ഇട്ട് കൊടുത്തതിന് ശേഷം വലിയ താമസം ഇല്ലാതെയാണ് ഈ കൂട്ടുവളം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിൻശക്തിയിലുള്ള കാൽസ്യവും മഗ്നീഷ്യവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് പ്രൈമറിയും സെക്കൻഡറിയും മൂലകങ്ങൾ ഈ ഒരൊറ്റ വളപ്രയോഗത്തിൽ കൂടി അല്ലെങ്കിൽ മിൻശക്തിയും കൂടെ ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മിൻശക്തിയിലുള്ള കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അളവും നമ്മൾ ഈ ഫാക്ടംഫോസ് ചേർത്ത് കൊടുക്കുമ്പോഴുള്ള 19 ഗ്രാം സൾഫറിൻ്റെ അളവും കൂടെ ചേരുമ്പോൾ അത്യാവശ്യത്തിനുള്ള സെക്കൻഡറി മൂലകങ്ങളും അവിടെ ചെന്നിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ ചെടിക്ക് ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ മൈക്രോ ഫുഡായിട്ടും കൊടുക്കുന്നുണ്ട്. ഈ മൈക്രോ ഫുഡ് എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു 8 മൈക്രോ ന്യൂട്രിയൻസും പിന്നെ അഡീഷണലായിട്ട് വേണ്ട മറ്റ് 5 മൈക്രോ ന്യൂട്രിയൻസുമാണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് വളരെ വലുതാകും, നിങ്ങൾക്ക് ബോറും അടിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം ഞാൻ ഈ വീഡിയോയിൽ തൽക്കാലം ഒഴിവാക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇനി ഫോളിയറൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ആ വീഡിയോയ്ക്കകത്ത് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ സംഗതികൾ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു 250 ഗ്രാം ബോൺ മീൽ അല്ലെങ്കിൽ എല്ലുപൊടിയും അതുപോലെ തന്നെ 250 ഗ്രാം വേപ്പ് പിണ്ണാക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണങ്ങളെക്കുറിച്ചും കൂടെ ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇതെന്തിനാണ് ചേർക്കുന്നതെന്നും കൂടെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പം ഈ എല്ലുപൊടിയിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന സാധനമാണ്. അതിനകത്ത് ഫോസ്ഫറസിൻ്റെ മികച്ചൊരു കണ്ടൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് അത് റിലീസ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് വേരുകളുടെ വളർച്ച മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിക്കും. അതുകൂടാതെ എല്ലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ കാൽസ്യം തന്നെയാണ്. കാൽസ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം സെക്കൻഡറി മൂലകങ്ങളുടെ ഒരു സ്രോതസ്സാണ് നമ്മൾ ഈ എല്ലുപൊടി എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ മണ്ണിൻ്റെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ മണ്ണിനുണ്ടാകുന്ന ഒരു ക്ഷതമുണ്ട്. അതിനെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ജൈവവളങ്ങൾ സഹായിക്കും. ഇനി അടുത്തത് നമുക്കുള്ളത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് മണ്ണിലെ കീടങ്ങളെ, വേര് തിന്നുന്ന പുഴുക്കളെയൊക്കെ ഇത് നശിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൂടാതെ തന്നെ ഇതിനകത്ത് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ അളവിലാണ്, സ്ലോ റിലീസാണ്. ഇതൊക്കെ ആണെങ്കിലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വളത്തിൻ്റെ ഗുണം, മറ്റ് ഇട്ടിരിക്കുന്ന വളത്തിൻ്റെ ഗുണം കൂട്ടും. നൈട്രജൻ വളങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് മണ്ണിൽ നിന്ന് ഈ നൈട്രജൻ വളങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്, രാസവളങ്ങൾ ഇട്ട് കൊടുത്തു, അതിനൊരു ഷോർട്ട് പീരീഡ് കഴിയുമ്പോഴത്തേനും ഇതൊരു കെടുവളമായിട്ട് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്ത് അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു നഷ്ടം അതിന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സഹായിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ഈ ഇത്രയും കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു 250 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 250 ഗ്രാം എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.